हिंदी कक्षा में सभी को स्वागत है. ഇന്നത്തെ ഹിന്ദി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. स्त्री जो एक त्वचा है व्यंग्य रचना लेखक है സുധീഷ് പച്ചൗരി. സ്ത്രീ ഒരു ചർമ്മമാണോ? സ്ത്രീ ഒരു തൊലിയാണോ എന്ന് പറയുന്ന ഈ വ്യംഗ്യരചന, ഈ ഹാസ്യാത്മകമായ ഈ രചന, ഇതിൻ്റെ लेखकन सुधीश पचौरी. पिछले कक्षा में महिलाओं की अंग्रेज़ी पत्रिका में दिए गए विज्ञापनों के बारे में हम पढ़ रहे थे. കഴിഞ്ഞ ക്ലാസ്സിൽ സ്ത്രീകളുടെ പ്രസിദ്ധമായ ഇംഗ്ലീഷ് മാഗസിനിൽ കൊടുത്തിരിക്കുന്ന പരസ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. कई खूबसूरत लड़कियों की तस्वीर देखकर उसकी नीचे प्रभावित वाले शब्द वाक्य भी लिख देता है. ഒരുപാട് സൗന്ദര്യവതിയായ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ ചിത്രങ്ങൾ കൊടുത്ത് ചമയ സാധനങ്ങളും മറ്റ് ഉൽപ്പന്നങ്ങളും ഒക്കെ അതിൻ്റെയൊക്കെ പരസ്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ താഴെയായിട്ട് അവരെ സ്വാധീനിക്കുന്ന തരത്തിൽ, കസ്റ്റമേഴ്സിനെ സ്വാധീനിക്കുന്ന തരത്തിൽ വാക്യങ്ങളും എഴുതുന്നതായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. गोराई, ताजगी और आकर्षण जैसे शब्द विज्ञापनों में बार बार प्रयुक्त होते हैं. ये सौंदर्य शास्त्र की आधारशिलाएं हैं. ഗൗരായി, താസഗി, അതുപോലെ തന്നെ ആകർഷൺ തുടങ്ങിയ ശബ്ദങ്ങൾ പരസ്യങ്ങളിൽ പല തവണകളായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഇതെല്ലാം, ഈ മൂന്ന് വാക്കുകളും, ഗോറായി, താസഗി, ആകർഷൺ, ഈ മൂന്ന് വാക്കുകളും സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ്. കോമളത സ്ത്രീ की विशेषता है तो ताकत पुरुष का प्रतीक है. കോമളത എന്ന് പറയുന്നത് സ്ത്രീയുടെ വിശേഷതയാണെങ്കിൽ ശക്തി, താക്കത്ത് പുരുഷൻ്റെ പ്രതീകമാണ്. അതുകൊണ്ടാണ് പുരുഷനെ അധികവും ഈ സൗന്ദര്യ ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യുമ്പോൾ അവരുടെ മുഖം കാണിക്കാത്തത്. സൗന്ദര്യശാസ്ത്ര का ആധാർ त्वचा है. സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ത്വചയാണ്, സ്കിന്നാണ് എന്നാണ് പറയുന്നത്. ताज़ा हो तो आकर्षक दिखना अनिवार्य है. ഫ്രഷ് ആണെങ്കിൽ ആകർഷണം അത് അനിവാര്യമാണ്. ഇतना ही हम पिछले कक्षा में पढ़े थे. ഇത്രയുമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. चलते हैं आगे की ओर. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. तो हमने पढ़ा, पिछले कक्षा में ये पढ़कर बंद किया था कि ताज़ा हो तो आकर्षक दिखना अनिवार्य है. ഫ്രഷ് ആണെങ്കിൽ ആകർഷണം കാണേണ്ടത് അല്ലെങ്കിൽ ആകർഷിക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. कारण ആകർഷൺ സൗന്ദര്യ की जगह ले चुका है. കാരണം ആകർഷണം സൗന്ദര്യത്തിൻ്റെ സ്ഥാനം നേടിയിരിക്കുന്നു. आकर्षण सौंदर्य की जगह ले चुका है. आकर्षक होना आजकल ज़रूरी है. सौंदर्य है या नहीं, इसमें कोई मुख्य प्रधानता नहीं है. आकर्षण होना चाहिए. आकर्षणത്തിനാണ് പ്രാധാന്യം. प्रसाधन शास्त्र ने यह सिद्ध कर दिया कि वह असुंदर को आकर्षक बताते हुए अनिवार्य बना सकता है. പ്രസാധന ശാസ്ത്ര എന്ന് പറഞ്ഞാൽ സൗന്ദര്യശാസ്ത്രം. സൗന്ദര്യശാസ്ത്രത്തിൽ ഇത് തെളിയിച്ചിട്ടുണ്ട്. എന്താണ് തെളിയിച്ചിരിക്കുന്നത്? कि वह असुंदर को आकर्षक बनाते हुए अनिवार्य बना सकता है. സൗന്ദര്യശാസ്ത്രത്തിൽ തെളിയിച്ചിട്ടുണ്ട്, എത്ര തന്നെ
ആകർഷണം ഇല്ലാത്തതാണെങ്കിലും അല്ലെങ്കിൽ സുന്ദരമല്ലാത്തതും ആകർഷണം ആക്കി മാറ്റാൻ സാധിക്കുമെന്ന് सौंदर्यशास्त्र പറയുന്നുണ്ട്. प्रसाधन शास्त्र में यह सिद्ध कर दिया है कि असुंदर को आकर्षक बनाते हुए अनिवार्य बना सकता है. ये तो साबित किया है आधुनिक प्रसाधन शास्त्र ने. फिल्म हो कई क्षेत्र में हम देख चुके हैं. कई ऐसे लोग हैं जिसे सौंदर्य नहीं है लेकिन कैमरा के सामने आते समय सौंदर्य के साथ आते हैं. ये सब प्रसाधन शास्त्र के वजह से हैं. अंग्रेजी के रोमानी कवियों ने सौंदर्य को शाश्वत आनंद का कारण कहा. ഇംഗ്ലീഷിലെ റൊമാൻറ്റിക് പോയറ്റ്സ് സൗന്ദര്യത്തിനെ ശാശ്വതമായ ആനന്ദത്തിൻ്റെ കാരണമെന്നാണ് പറയുന്നത്. अंग्रेजी के रोमानी कवियों ने बताया है कि सौंदर्य को शाश्वत आनंद का कारण कहा है. वह सौंदर्य वायवी था, अमूर्त था, भावना का था, हृदय का था. ആ സൗന്ദര്യം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറയുന്ന സൗന്ദര്യം, വായുവി എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് പറയുന്ന സൗന്ദര്യം ആയിരുന്നു. അതുപോലെ അമൂർത്തത, രൂപമില്ലാത്തത്, ഭാവനാക്കാത്ത, സങ്കല്പത്തിൻ്റെത്, അതുപോലെ ഹൃദയക്കാത്ത, ഹൃദയത്തിൻ്റെതായിരുന്നു. അപ്പോൾ അവർ പറയുന്ന സൗന്ദര്യം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് പറയുന്ന സൗന്ദര്യം, രൂപമില്ലാത്തത്, സങ്കല്പത്തിൻ്റേത്, ഹൃദയത്തിൻ്റേത്, ഇതിനെയാണ് സൗന്ദര്യമെന്ന് ഇംഗ്ലീഷ് റൊമാൻറ്റിക് പോയിറ്റ്സ് പറയുന്നു. तो ये चारों बातों को अंग्रेज़ी के रोमानी कवियों ने सौंदर्य को शाश्वत आनंद का कारण कहा. सौंदर्य प्रायः दृष्टा की दृष्टि या भावना में रहता था. സൗന്ദര്യമെന്ന് പറയുന്നത് കാഴ്ചക്കാരുടെ, ദൃഷ്ടാക്കി എന്ന് പറഞ്ഞാൽ കാഴ്ചക്കാരുടെ ദൃഷ്ടി, അവരുടെ ദൃഷ്ടി, അവരുടെ ഭാവന, അവരുടെ ഭാവനയിലുമാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് കാഴ്ചക്കാരുടെ കാഴ്ചയിലും അതുപോലെ അവരുടെ ഭാവനയിലുമാണ്. അതിനെയാണ് സൗന്ദര്യം എന്ന് പറയുക. സൗന്ദര്യ का मतलब दृष्टा की दृष्टि और उनके भावना में रहता है. वह अमर, शाश्वत और नित्य नवीनता से युक्त होता था. ആ സൗന്ദര്യം ഒരിക്കലും മരിക്കുന്നില്ല. वो अमर है, वो शाश्वत है, അത് ശാശ്വതമാണ്. और नित्य നവീനത, അത് നിത്യ നവീനത എന്ന് പറഞ്ഞാൽ പുതിയത്. नित्य नवीनता से युक्त होता था. രമണീയ വഹി होता था जो नित्य नया होता रहे. രമണീയം എന്ന് പറയുന്നത് പുതിയതായിട്ട് നിൽക്കുന്ന ഒന്നിനെയാണ് നമ്മൾ രമണീയം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരിക്കലും മരിക്കുന്നില്ല, അത് ശാശ്വതമാണ്, പുതിയതാണ്, രമണീയമാണ്, നിത്യ നയ. परंपरागत सौंदर्य शास्त्र में रूप सौंदर्य से अधिक भाव सौंदर्य पर जोर रहता था. तो यहाँ आधुनिक सौंदर्य शास्त्र के संबंध में भी और परंपरागत सौंदर्य शास्त्र के संबंध में भी यहाँ बताया गया है. तो अब हम परंपरागत सौंदर्य शास्त्र में क्या कहा है ये पढ़ेंगे. परंपरागत सौंदर्य शास्त्रത്തിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം.
ആധുനിക സൗന്ദര്യ ശാസ്ത്രത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. परंपरागत सौंदर्य शास्त्र में रूप सौंदर्य से अधिक भाव सौंदर्य पर जोर रहता था. പരമ്പരാഗത സൗന്ദര്യശാസ്ത്രത്തിൽ രൂപ സൗന്ദര്യത്തെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഊന്നൽ ഭാവസൗന്ദര്യത്തിനായിരുന്നു. परंपरागत सौंदर्य शास्त्र में रूप सौंदर्य से अधिक भाव सौंदर्य पर प्रधानता रहता था. नए सौंदर्य शास्त्र का सारा धारोमदार रूप पर है. പുതിയ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അവലംബം ധാരോമദാർ എന്നാണ് അവലംബം रूप पर है. इसका मतलब ये है कि नए सौंदर्य शास्त्र का ज़्यादा प्रधानता हम रूप पर देते हैं. इसलिए नक्शे के रूप वर्णन का नया रीतिकाल एक उद्योग की शक्ल में पैदा हो गया है. അതുകൊണ്ടാണ് നഖശിക രൂപക വർണ്ണൻ, നഖശിക എന്ന് പറഞ്ഞാൽ മുഖം, एक नया रीतिकाल एक उद्योग की शक्ल में पैदा हो गया है. इसलिए नक्शे के रूप वर्णन का नया रीतिकाल एक उद्योग की शक्ल में पैदा हो गया है. അതായത് വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. പുതിയ മുഖ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ വ്യവസായവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതായിട്ട് വ്യവസായവൽക്കരണമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സായിട്ട് അത് ജനിച്ചിരിക്കുകയാണ്. तो उद्योग की यानी व्यवसाय की शक्ल में पैदा हो गया है आज की यानी आधुनिक समाज की सौंदर्य शास्त्र यानी नक्शिक रूप वर्णन. इस नए रीतिकाल ने पुराने रीतिकालीन दरबारी ग्राहक को हर जगह पैदा कर लिया है. ഈ പുതിയ രീതികൾ അതായത് ആധുനിക കാൽ പുരാനെ രീതികാലീൻ ദർബാരി ഗ്രാഹകോ ഹർ ജഗ पैदा कर लिया है. ദർബാരി ഗ്രാഹക് എന്ന് പറഞ്ഞാൽ രാജകീയ കസ്റ്റമേഴ്സിന് ജനിപ്പിച്ചിരിക്കുകയാണ്. ये नए रीतिकाल ने पुराने रीतिकालीन दरबारी ग्राहक പഴയ കാലത്തെ രാജകീയ കസ്റ്റമേഴ്സിനെ ഈ പുതിയ രീതി കാലഘട്ടത്തിൽ ജനിപ്പിച്ചിരിക്കുകയാണ്. विशाल मध्य वर्ग उन तमाम सुखों की लूट में व्यस्त है जो एक ज़माने में सिर्फ सामंतों राजाओं को उपलब्ध थे. വിശാലമായ മധ്യവർഗത്തിൽപ്പെട്ട ആളുകൾ സുഖത്തിൻ്റെ എങ്ങനെ സുഖം നേടാം, എങ്ങനെ സുഖം കൊള്ളയടിക്കാം, അതിൽ ബിസിയായിരുന്നവർ. വ്യസ്ത ഹെ जो एक ज़माने में सिर्फ സാമന്തോ രാജാവും കോ ഉപലബ്ധ. രാജാശ്രിതരും, സാമന്തോ എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ആശ്രിതരായിട്ട് കഴിയുന്നവരും രാജാക്കന്മാർക്കുമായിരുന്നു അന്ന് ഇതുപോലെയുള്ള എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നത് പണ്ട് കാലത്ത്. पुराने ज़माने में राजाओं को और उनके आश्रितों को इन सारे सुख सुविधाएं प्राप्त थे और जिनका एकाधिकार था अവർക്കായിരുന്നു ഏകാധികാരം. उनको ही हक था. निचले स्तर के लोगों को यानी निम्न वर्ग के लोगों को, आम जनता को इसमें कोई हक नहीं था. यानी इसका मतलब ये है कि सौंदर्य को बढ़ाने में अगर चाहता है तो बढ़ाना चाहता है तो उसमें हक पुराने यानी रीतिकाल में पुराने काल में राजाओं को और राजाओं के ആശ്രിതവും को हक था. പണ്ട് കാലത്ത് രാജാക്കന്മാർക്കും അവരുടെ ആശ്രിതർക്കുമായിരുന്നു സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഉള്ള സാമഗ്രികൾ അല്ലെങ്കിൽ
അതിൻ്റെ അവകാശം അവർക്കായിരുന്നു. उपभोक्तावादी युग ने उस सामंती अहंकार की मूंज मरोड़ कर धर दी है. ഉപഭോക്തൃ യുഗം, ഉപഭോക്താവാദി എന്ന് പറഞ്ഞാൽ ഉപഭോക്തൃ ഈ യുഗത്തിൽ സാമന്തി അഹങ്കാർക്ക് മൂഞ്ചെ മറോഡ് കർദി, അവരുടെ സാമന്തിയ എന്ന് പറഞ്ഞാൽ രാജാശ്രിതരായ അവരുടെ അഹങ്കാരത്തിൻ്റെ മീശ മറോഡ് കർദി, മീശ പിരിച്ചിരിക്കുകയാണ്. അവർ അഹങ്കാരത്തിൻ്റെതായ മീശ പിരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഉപഭോക്തൃവാദി യുഗത്തിൽ രാജാശ്രിതരായ അവർ അഹങ്കാരത്താൽ മീശ പിരിച്ചുകൊണ്ടിരിക്കുകയാണ്. सामान्य परिवार की लड़कियों के चेहरे रूप सज्जा में नूर जहां के चेहरे का मुकाबला करते हैं. उपभोक्तावादी युग ने सामंतीय अहंकार की मूंछ पकड़कर बैठ रहे हैं. सामान्य परिवार की लड़कियों के चेहरे रूप सज्जा में नूर जहां के चेहरे का मुकाबला करते हैं. അതുപോലെ തന്നെ സാധാരണ കുടുംബത്തിലെ പെൺകുട്ടികൾ അവരുടെ മുഖം നൂർജഹാൻ്റെ പോലെ, സുന്ദരിയായ നൂർജഹാൻ്റെ പോലെ, അവരുടെ മുഖത്തെ പോലെ ആകാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. सामान्य परिवार की लड़कियां मुकाबले करते हैं नूरजहान की चेहरे जैसे बनने के लिए. कभी कभी तो स्वयं നൂർജഹാൻ പ്രസാദൻ बेचने निकली होती हैं. ചിലപ്പോഴൊക്കെ ആയിട്ട് നമുക്ക് തോന്നും നൂർജഹാൻ സ്വയം ഈ ചമയ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതുപോലെ നമുക്ക് തോന്നും. എല്ലാവരും അവരെ പോലെ സുന്ദരികളാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം നമുക്കൊരു നൂർജഹാൻ ആയിട്ട് തോന്നും, ഫീൽ ചെയ്യും. तो हमें लगता है कि कभी कभी वे स्वयं नूरजहान प्रसादन बेचने निकली होती हैं. विज्ञापन जगत के विशेषज्ञों ने कड़ी मेहनत से कुछ नुस्खे तैयार किए हैं. विज्ञान जगत के विशेषज्ञों ഈ അഡ്വർടൈസ്മെൻറ്റ് മേഖലയിൽ അല്ലെങ്കിൽ പരസ്യ മേഖലകളിൽ വിശേഷജ്ഞോ അഡ്വർടൈസ്മെൻറ്റ് സ്പെഷ്യലിസ്റ്റായ അവർ വളരെ കഷ്ടപ്പെട്ട് കുറച്ച് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. कुछ लिस्ट तैयार किए हैं विज्ञापन जगत के विशेषज्ञों. विशेषज्ञ का मतलब है स्पेशलिस्ट. उनमें स्त्री के सामान्य भावों, गुणों और नाक नक्शा का मानकीकरण किया जाता है. ആ ലിസ്റ്റിൽ സ്ത്രീകളുടെ സാമാന്യമായ ഭാവം, ഗുണം, അതുപോലെ മുഖാകൃതി, നാക് നഷ എന്ന് പറഞ്ഞാൽ മുഖാകൃതി का मानकीकरण किया जाता है. അതിനെ स्टैंडर्डाइजेशन ചെയ്തിട്ടുണ്ട്. स्त्री के सामान्य भावों, गुणों और नाक नशा का मानकीकरण किया जाता है. रूप वैविध्य जो प्रकृति का धर्म है में ऐसे सामान्य सूत्र ढूंढ लिए गए हैं जो हर स्त्री के लिए प्रीतिकर हो सकते हैं. रूप वैविध्य जो प्रकृति का धर्म है, रूप वैविध्यम എന്ന് പറയുന്നത് പ്രകൃതിയുടെ ധർമ്മമാണ്. ऐसे सामान्य सूत्र ढूंढ लिए गए हैं जो हर स्त्री के लिए प्रीतिकर हो सकते हैं. प्रकृति का धर्म है रूप वैविध्य. ऐसे सामान्य सूत्र ഇതുപോലെയുള്ള സാധാരണ സൂത്രങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ട് ഉണ്ട്. ജോഹാർ സ്ത്രീക്ക് അവരെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ ആണത്. सुंदर एवं आकर्षक दिखने की इच्छा एक उम्र में नैसर्गिक होती है. സുന്ദരവതിയാവുക അല്ലെങ്കിൽ സുന്ദരനാവുക, ആകർഷിക്കപ്പെട്ട്
ആകർഷകനായിട്ട് കാണുക എന്നൊക്കെ പറയുന്നത് ഒരു പ്രായത്തിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ഇച്ഛയാണ്. ये इच्छा तो नैसर्गिक होती है, स्वाभाविक है, सुंदर दिखना, आकर्षक दिखना, ये सब। किंतु बाल रंगने, झुर्रियाँ मिटाने और युवा दिखाने की गारंटी करने वाले विज्ञापन सबसे ज़्यादा उन्हें फुसलते हैं, जो नैसर्गिक सौंदर्य से अधिक कुछ और चाहते हैं. അപ്പോൾ ഈ സൗന്ദര്യം വേണം അല്ലെങ്കിൽ ആകർഷിക്കപ്പെടണം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ബാൽ രംഗന്, മുടിക്ക് കളർ കൊടുക്കുക, ജൂരിയ മിട്ടാനെ, ചുളിവുകൾ, മുഖത്തിൻ്റെ ചുളിവുകൾ അകറ്റുക, അതുപോലെ തന്നെ യുവം ദിക്കാനെ, യങ്ങായിട്ട് കാണപ്പെടുക, ഇതിൻ്റെയൊക്കെ ഗ്യാരണ്ടി പറയുന്ന ഈ പരസ്യങ്ങൾ, ഇതിനൊക്കെ ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ടായിരിക്കും പരസ്യങ്ങൾ ചെയ്യുക. അത് സബ്സെ ജ്യാദ ഫുസ്ലാത്തെ ഹെ, ഫുസ്ലാന എന്ന് പറഞ്ഞാൽ കബളിപ്പിക്കുക, മനുഷ്യനെ, കസ്റ്റമേഴ്സിനെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശരിക്കും. ജോ നൈസർഗിക് സൗന്ദര്യസെ അധികം കുച്ച് ഓർ ചാഹത്തെ ഹെ, സ്വാഭാവികമായിട്ടുള്ള നമുക്ക് പ്രകൃതി തന്ന, ദൈവം തന്ന സൗന്ദര്യത്തെക്കാളും കൂടുതൽ ആഗ്രഹിക്കുക നമ്മുടെ അഹങ്കാരത്താൽ, നമ്മുടെ സ്വാർത്ഥത കാരണം. അതൊക്കെ നമ്മളെ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. स्त्री का जो सौंदर्य है, जो नैसर्गिक सौंदर्य है, स्त्री हो या पुरुष हो, वो तो उससे ज़्यादा अगर चाहते हैं तो ये विज्ञापन हमें फुसलाते हैं. युवा दिखाने, झुर्रियाँ मिटाने, बाल रंगने के लिए हम प्रभावित होकर उनके प्रसाधन सामग्री खरीद लेते हैं. वो तो गारंटी तो देते हैं, लेकिन ऐसे दिखेगा ये तो, इसमें कोई गारंटी नहीं है. അങ്ങനെ തന്നെ കാണും അല്ലെങ്കിൽ ആ സൗന്ദര്യം തന്നെ നമുക്ക് ലഭിക്കുമെന്നൊരു ഗ്യാരണ്ടിയും ഇല്ല. स्त्री का मॉडल कोमल, युवा, आकर्षक, सुंदर और उत्तेजक ही हो सकता है. സ്ത്രീയുടെ മോഡൽ എന്ന് പറയുന്നത് കോമളമാണ്, യങ്, ആകർഷകമാണ്, സുന്ദരമാണ്, ഒരു उत्तेजक ही हो सकता है, उत्तेजകം നിറഞ്ഞതാണ്. स्त्री का मॉडल कोमल होता है, युवा होता है, आकर्षक होता है, सुंदर होता है और उत्तेजक ही होता है. विज्ञापन जगत स्त्री की इस छवि को एक ही साथ उत्तेजित और मजबूत बनाता हुआ चलता है. ഈ പരസ്യ ക്ഷേത്രം അല്ലെങ്കിൽ പരസ്യം മേഖല സ്ത്രീയുടെ ഈ സൗന്ദര്യത്തോടു കൂടി ഉത്തേജിപ്പിച്ചുകൊണ്ട്, ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. विज्ञापन जगत स्त्री की इस छवि को एक ही साथ उत्तेजित और मजबूत बनाता हुआ आगे चलता है. त्वचा और चेहरे की देखभाल, केश एवं नाखूनों की देखभाल आदि की बढ़ती हुई चिंता बताती है कि विज्ञापन शास्त्र ने मनुष्य की हमेशा जवान बने रहने की इच्छा को महाकाव्यात्मक विस्तार दे दिया है. त्वचा और चेहरे की देखभाल, സ്കിന്നും അതുപോലെ മുഖത്തിൻ്റെയൊക്കെ കെയർ, കേഷ് ഏവം നാക്കുനോക്കി ദേഖ്ഭാൽ, അതുപോലെ തന്നെ മുടിയുടെയും കേഷ്, അതുപോലെ നഖത്തിൻ്റെയും നാക്കുനോക്കി ദേഖ്ഭാൽ, കെയർ, ആദിക്ക് ബഡ്ത്തി ഹുയി ചിന്ത. അപ്പോൾ ഇതൊക്കെ നമുക്ക് കെയർ ചെയ്യണം എന്നുള്ള ചിന്ത, ആ ചിന്തയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ വാങ്ങിപ്പിക്കുന്നത്. हमारी ये चिंता हमारे नाखून की, हमारे बाल की, हमारे आँख की देखभाल, चेहरे की देखभाल, त्वचा की देखभाल, इसको कायम रखने की, यानी सौंदर्य बढ़ाने की चिंता में हम आगे बढ़ती हैं. विज्ञापन शास्त्र ने मनुष्य की हमेशा जवान बने रहने की इच्छा को महाकाव्यात्मक विस्तार दे दिया है. അപ്പോൾ ആ ഒരു കാര്യം, നമ്മുടെ ആ ചിന്തയാണ് ഈ പരസ്യ മേഖല ചൂഷണം ചെയ്തിരിക്കുന്നത്. നമ്മളെ യങ്ങാക്കി
എന്നും നിലനിർത്തുമെന്നുള്ള അവരുടെ ഗ്യാരണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ഇച്ഛ, നമ്മുടെ ആഗ്രഹത്തെ അവർ ചൂഷണം ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ മഹാകാവ്യാത്മകം വിസ്താർ ദേ ദിയ ഹെ, അത് ഒരു മഹാകാവ്യമായിട്ട് डेवलपाയിട്ട് കൊണ്ടിരിക്കുകയാണ്. हमारी वो चिंता हमारी सौंदर्य के संबंध में, वहाँ विज्ञापन शास्त्र ने मनुष्य की हमेशा जवान बने रहने की इच्छा को महाकाव्यात्मक विस्तार दे दिया है. हमेशा तरोताज़ा दिखे, हमेशा आकर्षक दिखे, हमेशा प्रभावशाली दिखे. നമ്മളെപ്പോഴും എവർ ഫ്രഷായിട്ട് കാണണം, അതുപോലെ ആകർഷകമായിട്ട് കാണണം, അതുപോലെ തന്നെ പ്രഭാവശാലിയായിട്ട് കാണാം. इन संदेशों में तरोताज़ा रहने की जगह दिखने पर अधिक जोर रहता है. എവർ ഫ്രഷായിട്ട് ഇരിക്കണമെന്ന ആ സ്ഥാനത്തെക്കാളും ഇമ്പോർട്ടൻസ് ദിക്നെ പർ, അങ്ങനെ കാണപ്പെടുക, അതിലാണ് ഇമ്പോർട്ടൻസ് ഇന്ന് കൊടുക്കുന്നത്. എവർ ഫ്രഷ് ആകുന്നതിനേക്കാളും ഇമ്പോർട്ടൻസ് നമ്മളെങ്ങനെയാണോ കാണുന്നത് അതിനാണ്. മറ്റൊരാൾ നമ്മളെ കാണുമ്പോൾ അവിടെയാണല്ലോ, മറ്റുള്ളവരുടെ കണ്ണിലാണ് നമ്മുടെ സൗന്ദര്യം, അവരുടെ ഭാവനയിലാണ് സൗന്ദര്യം എന്നാണ് ആധുനിക സൗന്ദര്യശാസ്ത്രം പറയുന്നത്. आधुनिक सौंदर्य शास्त्र के अनुसार दिखने पर अधिक जोर रहता है. दिखना ही होता है. आप कैसे दिखते हैं वही आपको होना है. यदि आप दूसरे का ध्यान नहीं खींच सकते तो आपका होना कहाँ हुआ. ഇവിടെ ലേഖൻ പറയുന്നത് വളരെ സുന്ദരനായി സുന്ദരിയായിട്ട് കാണപ്പെടുക, മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യുക, അതിനാണ് ഇമ്പോർട്ടൻസ്. നിങ്ങളെങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കണം. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ച് പറ്റുന്നില്ലെങ്കിൽ താങ്കൾ എങ്ങനെയാണ് ഉള്ളതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം, അവിടെയാണ് സൗന്ദര്യം, അതിനാണ് ഇമ്പോർട്ടൻസ് ആധുനിക സൗന്ദര്യശാസ്ത്രം പറയുന്നത്. आधुनिक सौंदर्य शास्त्र के अनुसार दूसरों की नज़रों में हम कैसे दिखें उसको प्रधानता है. हम जैसे हो वैसे होने दो, ऐसे सोचना मत. आप कैसे दिखते हैं वही आपको होना है. यदि आप दूसरे का ध्यान नहीं खींच सकते तो आपका होना कहाँ है, कहाँ हुआ, यहाँ सवाल पूछा गया है. आजकल तो समूची देह ही हमलावर बना दी गई है. त्वचा पर अतिरिक्त जो इस देहवाद का नया पहलू है. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ശരീരത്തിനാണ്, നമ്മുടെ സ്കിന്നിനാണ്, അല്ലെങ്കിൽ നമ്മളെങ്ങനെയാണോ കാണപ്പെടുന്നത് അതിനാണ് ഇമ്പോർട്ടൻസ്. അപ്പോൾ ദേഹം മാക്സിമം സുന്ദരമാക്കി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സുന്ദരമാക്കി കൊണ്ടു നടക്കുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. दूसरों के लिए हमारा शरीर को सौंदर्य बढ़ाकर देखकर चलने के लिए यहाँ कहता है. नैसर्गिक सौंदर्य से ज़्यादा अगर सौंदर्य चाहिए तो इन प्रसाधन सामग्रियों का इस्तेमाल हमें करना पड़ेगा. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ സ്വാധീനിച്ചിട്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങി തേക്കുന്നത്.
അങ്ങനെ ആരും ഉണ്ടാവില്ല. സുന്ദരിയായിട്ട് അല്ലെങ്കിൽ സുന്ദരനായിട്ട് നടക്കാൻ ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. അപ്പോൾ അവിടെയാണ് ഈ പരസ്യ കമ്പനികൾ നമ്മളെ ചൂഷണം ചെയ്യുന്നത്. ആ ഒരു ചിന്തയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ വാങ്ങിപ്പിക്കുന്നത്. आशा करता हूँ आप लोगों को आज की कक्षा समझ में आए हो। धन्यवाद।